പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇപ്പം നിലവിൽ പുള്ളിക്ക് സീറ്റില്ലല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ്. മത്സരിക്കേണ്ടത് പൊതുപ്രവർത്തകരാണ്. പിഷാരടി നടനായിരിക്കാം, മിമിക്രിക്കാരനായിരിക്കാം, പക്ഷേ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫിയോ തന്നെ വേണം. ഇലക്ഷൻ ചൂടിലേക്ക് അടുത്തപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനായി മുറവിളി, കുഴപ്പത്തിലായി നേതൃത്വം. പൊതുപ്രവർത്തകനെയാണ് വേണ്ടത്, അല്ലാതെ സിനിമാ നടനെയല്ല. എത്ര ആളുകളാണ് ഇതിനോട് യോജിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഈ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം വളരെ ശരിയല്ലേ? 100% ശരിയല്ലേ? ഒരു പൊതുപ്രവർത്തകനെയാണോ നമ്മളെ ഒരു രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് നമുക്ക് ആവശ്യം ഒരു പൊതുപ്രവർത്തകനെയാണോ, ഒരു സിനിമാ നടനെയാണോ, അല്ലെങ്കിൽ ഒരു മിമിക്രി കലാകാരനെയാണോ നമുക്ക് ആവശ്യമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കൂടെ, ജനങ്ങളുടെ കൂടെ 24 മണിക്കൂറും നമ്മുടെ എന്താ ആവശ്യത്തിന് എപ്പം വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റുന്ന ഒരു കറകളഞ്ഞ ഒരു നേതാവിനെയാണോ, കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെയാണോ നമുക്ക് ആവശ്യം? അതോ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാനിവിടെ കോമഡി സ്കിറ്റിലാണ്, ഞാൻ തിരക്കിലാണ്, അല്ലെങ്കിൽ എനിക്കൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങ് അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ലണ്ടനിലാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ നമുക്ക് ആവശ്യം, നമ്മുടെ നേതാവായിട്ട് ആവശ്യം? നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പം ഇവിടെ പാലക്കാടിൽ പിഷാരടിക്ക് സീറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പിഷാരടിയെ പരിഗണിക്കുന്നു, രാഹുലിന് പകരമായിട്ട് പിഷാരടിയാണ് നിർത്തുന്നതെന്നൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു പ്രസ്ഥാനത്ത്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കന്മാരുടെ വായിൽ നിന്ന് തന്നെ നമ്മളത് കേട്ടത് സത്യം തന്നെയാണ്. ഇത് 100% സത്യം തന്നെയാണ്. പോട്ടെ, 99% സത്യം തന്നെയാണ്. 1% ബാക്കി കള്ളമായിട്ട് കൂട്ടാം. 1% ഒരു ഊഹാപോഹമായിട്ട് അങ്ങ് കടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പാലക്കാട്ടിലെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിഗണനയിലുണ്ട്. എന്തിനു പറയുന്നു, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ വരെ അത് പറഞ്ഞിട്ടുണ്ട്, പരിഗണനയിലുണ്ടെന്ന്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാം AICCയുടെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം വന്ന് കോൺഗ്രസ്സിലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കുന്നു, എവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നു എന്നെല്ലാം എല്ലാ പട്ടികകളും എല്ലാം റെഡിയായി കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. VD സതീശൻ എന്താണ് പറഞ്ഞത്? ഇന്ന് ഈ മത്സരിക്കുന്ന ആളുകളുടെ പട്ടിക നിരത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 100 പേരുടെ പട്ടിക ഇപ്പം ഓൺ ദ സ്പോട്ടിൽ റെഡി ആയിട്ടിരിക്കുവാണ്. 100 പേരെ പട്ടിക ഇപ്പം തന്നെ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങളെ പൊട്ടന്മാരാക്കുവാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുവാണ്. ഓൾറെഡി AICCയുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരില്ല, രാഹുലിന് സീറ്റില്ല, രാഹുൽ കോൺഗ്രസ്സിന് പുറത്താണ്. പിന്നെ ഇപ്പോൾ ഇത് പുറത്ത് പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്ത് മുമ്പേ അറിഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ഭയങ്കര ഇടിവാണ്. കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളും പല സ്ഥലത്തും വൻ അടിയായിരിക്കും. എസ്പെഷ്യലി ഇപ്പം പാലക്കാട് രാഹുലിന് സീറ്റ് നൽകത്തില്ല. ഇപ്പം എങ്ങനെ പോയാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് പാലക്കാട് രാഹുലിന് സീറ്റ് നൽകും, രാഹുൽ മത്സരിക്കും, കോൺഗ്രസ് കൈവിടത്തില്ല. കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെ കൈവിടത്തില്ല എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഇപ്പോഴും, ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും അങ്ങനെ രാഹുലിനെ നിർത്തും, രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ കരുതി ജനങ്ങളിരിക്കുന്നു. അപ്പം ഇത് മുമ്പേ അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടെ ഇളകും. പിന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴേ പുറത്തു വിടാത്തത്. ഓൾറെഡി എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് അതിനകത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ പോലെ സ്വാധീനിക്കാനുള്ള പരിപാടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കൊക്കെ പല നേതാക്കന്മാരും രാഹുലിനോട് ബന്ധപ്പെടുകയും രാഹുലിനെ അനുനയിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. രാഹുലിനോട് വോട്ടിന് വേണ്ടിയിട്ട് പാലക്കാട് മത്സരിക്കണം, പാലക്കാട് നിൽക്കുന്ന പിഷാരടിക്ക് വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രാഹുൽ ഇറങ്ങണം എന്നൊക്കെ പല നേതാക്കന്മാരും രാഹുലുമായിട്ടുള്ള മീറ്റിങ്ങൊക്കെ നടത്തിയതും ഇതെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പല ആളുകളും അറിഞ്ഞിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഇരട്ടത്താപ്പ് കളിച്ചാലും അത് ജനങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ഞാനൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ്. അപ്പം അസീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്നൊരു പോസ്റ്റല്ല, വാർത്തയാണ്. വാർത്തയിൽ ഞാനും കണ്ടതാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരില്ലാത്തവർ, നുഴഞ്ഞുകയറ്റക്കാർ
വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെല്ലാം നുഴഞ്ഞു കയറ്റക്കാരാണെന്നാണ് ഇവിടെ അമിത് ഷാ പറയുന്നത്. അവരെ മുഴുവൻ നാട് കടത്തും. എങ്ങോട്ട് കടത്തും? ഏത് നാട്ടിലോട്ട് കടത്തും? ഒരൊറ്റ ഹിന്ദു അഭയാർത്ഥിക്കും പൗരത്വം നഷ്ടപ്പെടില്ല എന്നൊരു പോസ്റ്റാണ് ഇവിടെ അമിത് ഷാ എന്നൊരു പറയുന്ന ഇവൻ പറയുന്നത്. അപ്പം ഞാൻ നോമ്പായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇവൻ്റെ ഡാഷിൻ്റെ വകയാണോ ഇന്ത്യ? ആണോ? ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വോട്ട് കൊടുത്ത് ഈ ഒരു കസേരയിലേക്ക് കയറ്റി ഇരുത്തുന്ന ആളുകൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവിടെ ഇന്ത്യ ഒരാളുടെയും വകയല്ല. ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. പിന്നെ ഇവിടെ വന്ന് ജനിച്ച് വളർന്ന ആളുകളൊക്കെ അമേരിക്കയിൽ നിന്ന് വന്ന ആളുകളാണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് മുമ്പിൽ. കാരണം ഈ ഒരു വീഡിയോയുടെ ഇത് 2 വർഷം മുമ്പ് ഈ ഒരു ചർച്ച വീണ്ടും നടന്നിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പറ പറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്ന സമയത്ത് ഈ ഒരു വിവാദം ആ സമയത്ത് കൊണ്ടിട്ടാണ്. പക്ഷേ ഇപ്പോഴും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഒരു സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപയുടെ കാറുണ്ട്. രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് MLA സ്ഥാനത്തിൽ നിന്നൊക്കെ ഊറ്റിയെടുത്തുണ്ടാക്കിയ സംഭവങ്ങളാണ്. ഊറ്റിയെടുത്താണ് വീടും 15 ലക്ഷം രൂപയുടെ കാറൊക്കെ വെച്ചെന്നൊക്കെ ഒരുപാട് ആളുകൾ അടിച്ചിറക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ രാഹുലിനെ മോശക്കാരനാക്കാൻ വേണ്ടി വീണ്ടും ഓരോ കഥകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അടിച്ചിറക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി വീഡിയോ രാഹുൽ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കുറച്ചു കാലം മുമ്പ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ 15 ലക്ഷത്തിൻ്റെ കാറിൻ്റെ ഒരു ആരോപണമായിരുന്നു. 15 കാറിന് 28 ലക്ഷം വരെ അവർ മാർക്കറ്റ് വാല്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ലതാണ് ഇപ്പോൾ അങ്ങ് വിൽക്കാമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ കുറച്ച് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലും വലിയ ലാഭമാണെന്ന് പറഞ്ഞു. രാഹുലിൻ്റെ കാർ തന്നെയല്ലേ? അതെ. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. അതിനുശേഷം ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ കാറ് അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇപ്പോൾ ഈ കാറിൻ്റെ വിവാദം അതിന് CPM നേതാക്കന്മാർ പോലും വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അവരിൽ ആരെങ്കിലും ഒരാൾ പോലും അത് ക്യാരി ചെയ്യാത്തത്. ഇന്നത്തെ കാലത്ത് 2023 ആണ്ടിൽ ഒരു കാർ എടുക്കുക എന്ന് പറഞ്ഞൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് കാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. എൻ്റെ അമ്മ ജെറിക്കറിയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ലോൺ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനായിട്ടുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ലോൺ കൊടുക്കാൻ മത്സരിക്കുകയാണ്. ഈ ചങ്ങാതിമാർക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അവരെ പറ്റി തന്നെ ഒന്ന് വിലയിരുത്തണം. കാരണം ആളുകൾക്ക് അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ലോൺ വേണോ കാർ എടുക്കാമെന്ന് ചോദിക്കുന്ന കാലത്ത് ഇവർക്ക് ലോൺ കിട്ടുന്നില്ലെന്ന് ഇവർ വെറുതെ വെച്ചാൽ ഇവരെ പറ്റി തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം. അപ്പോൾ ഞാനതിൻ്റെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതിനെപ്പറ്റി ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുള്ളതുകൊണ്ട് പറയാം. ഈ കാർ എടുക്കുന്നത് ഇപ്പോൾ ഇന്നലെയോ മെനങ്ങാന്നോ അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്ന സമയത്തൊന്നുമല്ല. എൻ്റെ കാർ 3 വർഷത്തിന് മുകളിലായി എടുത്തിട്ട്. അപ്പോൾ ആ കാർ എടുക്കുമ്പോൾ അതിന് ലോൺ കിട്ടുമ്പം അതിൻ്റെ ഗ്യാരണ്ടിയർ കോളത്തിൽ ഒരു പേരുണ്ട്, ബീന എന്നാണ് ആ പേര്. ആ ആൾക്ക് ഗ്യാരണ്ടിയർ കോളത്തിൽ ഒപ്പിടുന്ന ആൾക്ക് ആ ദിവസം 1,05,000 രൂപ ശമ്പളമുണ്ട്. ആ ബീന എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മയാണ്, കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ്. അവരതിൻ്റെ നികുതികളെല്ലാം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാറിൻ്റെ EMI അവർ സ്ഥാപിക്കുന്നത് 50,000 രൂപയ്ക്കെന്നാണ് തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ 50,000 രൂപ EMI അടയ്ക്കാൻ ഞാൻ ബെൻസൊന്നുമല്ല എടുത്തത്. എൻ്റെ കാറിനാകെ 14,500 രൂപ മാത്രമാണ് EMI ഉള്ളത്. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം എല്ലാവരെയും ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വരുമാന മാർഗ്ഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗ്ഗം. ഇവർ ഈ സൈബർ ഇടത്തിലൂടെ തമാശയൊക്കെ പറയുന്ന സമയത്ത്, ഞാനതിനെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ, പറയുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസ് ഉള്ള എൻ്റെ സ്വന്തം പേരിലുള്ള 3 സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഇവരൊരു പരാതി, ഒരു വെള്ളക്കടലാസിൻ്റെ പരാതി ഈ സംസ്ഥാന ഭരണം നടത്തുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടല്ലോ ഇതിൻ്റെ കണക്കുകൾ. കണ്ടല്ലോ, 15 ലക്ഷം രൂപയുടെ വാഹനമുള്ള രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരുന്ന്, MLA സ്ഥാനത്തിരുന്ന്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നെല്ലാം കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോയി 15 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു, വീട് വെച്ചെന്നൊക്കെയാണ് പല ആളുകളും ഈ ഒരു വ്യക്തിയെ ഇത്രയും മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ആളുകൾക്കുള്ള മറുപടി രാഹുൽ തന്നെ പറയുന്നുണ്ട്. 15 ലക്ഷം രൂപയുടെ വണ്ടി ഇന്നിപ്പം ഏത് പിച്ചക്കാരൻ്റെ കയ്യിലും ഇരിക്കുന്നത് 20-25 ലക്ഷം രൂപയുടെ വണ്ടികളാണ് അല്ലേ? ഇന്ന് EMI ഇട്ട് ആർക്ക് വേണമെങ്കിലും വണ്ടികൾ എടുക്കാം, പണക്കാരനോ പാവപ്പെട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് വില കൂടിയ വണ്ടികളൊക്കെ കൊണ്ടു നടക്കുന്നത് അല്ലേ? ഇന്ന് ഏറ്റവും കുറഞ്ഞത് നല്ലൊരു വണ്ടി വേണമെങ്കിൽ, ഏറ്റവും കുറഞ്ഞൊരു മിഡിൽ ക്ലാസ്, ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ ഒരു വണ്ടി വേണമെന്ന ആഗ്രഹത്തോടെ പുള്ളി പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോട്ട് ഏറ്റവും താഴെ നിൽക്കുന്നൊരു വണ്ടിക്ക് തന്നെ കൊടുക്കണം 6-7 ലക്ഷം രൂപ അല്ലേ?
അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ 15 ലക്ഷം രൂപ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിച്ച് കൈയിട്ട് വാരി എടുത്തുണ്ടാക്കിയതെന്ന് പറയുന്ന ആളുകളോട്, ഇതിലും എത്രയോ ആളുകൾ കോടികൾ പറ്റിച്ച് കോടികളെ വണ്ടികൾ കൊണ്ട് നടക്കുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ എതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തി ചോദിക്കുന്നില്ല? ഇവിടെ രാഹുൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രാഹുലിൻ്റെ അമ്മ ബീനാമ്മ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഒരു ടീച്ചറാണ്. അവർക്ക് ഒരു മാസം കിട്ടുന്ന ഒരു ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തി പുറത്ത് ശമ്പളം അവർ കിട്ടുന്നുണ്ട്. ടീച്ചറെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ടീച്ചറോ എന്തോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, എന്തായാലും നല്ല ശമ്പളത്തോടു കൂടി ഇപ്പം ഒരു റിട്ടയർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും അവർക്ക് മാസം നല്ലൊരു പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഫാമിലിപരമായിട്ട് അത്യാവശ്യം ഫിനാൻഷ്യലി അത്യാവശ്യം ഇതുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുംബം. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാർട്ടിയിലേക്ക് വന്നതിന് ശേഷമല്ല അയാൾ വീട് വെച്ചത്, അയാൾ കാർ മേടിച്ചത്, അയാൾക്ക് 3 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതും ഷെയറാണ്, ഫ്രണ്ട്സിനോടൊപ്പമാണ് അയാൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് അയാൾക്ക് EMI അടയ്ക്കാനേ ഉള്ളൂ. മാസം 10,000, 15,000, 14,000 രൂപയാണ് EMI അടയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതും 2 വർഷം മുമ്പുള്ള സംഭവം. 2 വർഷം മുമ്പുള്ള മറുപടിയാണ് ഇപ്പം നമ്മൾ കണ്ടത്. അത് ഇപ്പോഴും ഇങ്ങനെ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. ഈ പുള്ളിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു അജണ്ടയേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരരുത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പൊത്തിൽ നിന്ന് അല്ലെങ്കിൽ മാളത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം വെളിയിലേക്ക് ചാടിക്കുമെന്ന നല്ല ബോധ്യം പല ആളുകൾക്കുണ്ട്, പല ആളുകളും പേടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ രാഹുൽ എന്നൊരു വ്യക്തിയെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇനി കയറ്റേ ചേരുന്നുള്ളൊരു അജണ്ടയാണ് ഇവരെയൊക്കെ ഈ ഒരു സൈബർ അറ്റാക്ക് ഇതിലൂടെയൊക്കെ മോശക്കാരനാക്കി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കണം. നീ എത്ര നിങ്ങൾ നാടകം കളിച്ചാലും എന്തൊക്കെ കാണിച്ചാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അരിയാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി തിരിച്ചു വരിക തന്നെയും, അതിനകത്ത് യാതൊരു മാറ്റമില്ല.